പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്ലാൻഡിലെ മിഷൻ ബേയിലേക്കാണ് ഇന്നത്തെ യാത്ര. ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലെ ഓക്ലാൻഡ് നഗരത്തിൻ്റെ ഒരു കടൽ തീര പ്രാന്തപ്രദേശമാണ് മിഷൻ ബേ. തമാക്കി ഡ്രൈവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത റിസോർട്ടാണ് സബർബിലെ ഈ ബീച്ച്. നഗരമധ്യത്തിൽ നിന്ന് 7 കിലോമീറ്റർ കിഴക്കായി വൈറ്റ്മാത തുറമുഖത്തിൻ്റെ തെക്കൻ തീരത്ത് ഒറാക്കിയയ്ക്കും കൊഹിമാരാമയ്ക്കും ഇടയിലാണ് മിഷൻ ബേ സ്ഥിതി ചെയ്യുന്നത്. 1.08 കിലോമീറ്റർ സ്ക്വയർ, അതായത് 267 ഏക്കർ വിസ്തീർണം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണിത്. അതിൽ 3/4 ഭാഗവും താഴ്ന്ന കുന്നുകൾ ഉൾക്കൊള്ളുന്നു. മിഷൻ ബേയുടെ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഒറാക്കി ലോക്കൽ ബോർഡിൻ്റെ കീഴിലാണ്. അതിൽ ഒറാക്കി, കൊഹിരാമ, സെൻറ്റ് ഹീലിയേഴ്സ്, ഗ്ലെൻഡോവി, സെൻറ്റ് ജോൺസ്, മൊഡാബാങ്ക്, റെമ്യൂറ, എല്ലർസി എന്നിവയുടെ പ്രാന്തപ്രദേശങ്ങളും ഉൾപ്പെടുന്നു. 1867 നോർഫോർക്ക് ദ്വീപ് എന്ന സെൻറ്റ് ആൻഡ്രൂസ് കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി തുടർന്നു. നാവിക പരിശീലന സ്കൂൾ, ഇൻഡസ്ട്രിയൽ സ്കൂൾ, അവഗണിക്കപ്പെട്ട ആൺകുട്ടികൾക്ക് തൊഴിൽ സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്നുള്ള സ്ഥാപനം എന്നിവയായി സേവനമനുഷ്ഠിച്ചു. 1915 നവംബറിൽ ഒറാക്കിയിൽ നിന്ന് താമസം മാറിയ ശേഷം വാൾഷ് ബ്രദേഴ്സ് ന്യൂസിലാൻഡ് ഫ്ലൈയിങ് സ്കൂളിൻ്റെ രണ്ടാമത്തെ സ്ഥലമായിരുന്നു മിഷൻ ബേ. വർഷങ്ങളോളം അവർ തങ്ങളുടെ സീപ്ലെയിനുകൾക്കുള്ള ലാൻഡിംഗ് ഏരിയയായി ബേ ഉപയോഗിച്ചു. ഇവിടെ വന്ന് മീൻ പിടിക്കുന്നവരെയും അത് ആസ്വദിക്കുന്നവരെയും ധാരാളം ഇവിടെ കാണാം. കടലിലേക്ക് ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഈ കടൽപ്പാലത്തിലൂടെ ധാരാളം മുന്നോട്ട് യാത്ര ചെയ്താൽ വളരെ രസകരമായൊരു കാഴ്ചയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇവർ ഇവിടെ മീൻ പിടിച്ച് രസിക്കുകയാണ്. ചില നിബന്ധനകൾക്ക് വിധേയമായാണ് ഇവർ ഇവിടെ മീൻപിടുത്തം നടത്തുന്നത്. വ്യക്തമായ ചില അളവും തൂക്കവുമില്ലാത്ത മീനുകളെ പിടിക്കാൻ പാടില്ല. ഇതിന് വിധേയമല്ലാതെ കിട്ടുന്ന മീനുകളെ തിരിച്ച് കടലിലേക്ക് തന്നെ ഇടേണ്ടതുണ്ട്. കടലുകളും തടാകങ്ങളും തീരപ്രദേശങ്ങളുമൊക്കെ ശാന്തമാണ്. ഇവിടെ തിരകൾ വല്ലാതെയില്ല. ഓക്ലാൻഡിൻ്റെ ഐക്കണായ സ്കൈ ടവറാണ് നമ്മൾ ദൂരത്ത് കാണുന്നത്. മറ്റു ഭാഗത്ത് താമസ പ്രദേശങ്ങളും കുന്നുകളുമൊക്കെ കാണാം. വൈകുന്നേരങ്ങളിൽ നല്ലൊരു സായാഹ്ന കാഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. തടാകങ്ങൾ കടലിൽ വിലയം പ്രാപിക്കുന്നു. കടൽപ്പാലത്തിലൂടെയുള്ള ഈ യാത്ര അവിസ്മരണീയം തന്നെ. ചെറിയ തണുപ്പ് അടിച്ചു കയറുന്നുണ്ട്. ജലത്തിനു മുകളിൽ വെച്ച് പാലം വിവിധ ദിശകളിലേക്ക് വഴിമാറി പോകുന്നുമുണ്ട്.
മത്സ്യപ്പിടുത്തക്കാരെ അലോസരപ്പെടുത്താൻ കടൽ കാക്കകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇയാൾക്കിതാ ഒരു സാമാന്യം വലിപ്പമുള്ളൊരു മത്സ്യം ലഭിച്ചിട്ടുണ്ട്. മിഷൻ ബേയിൽ നിന്ന് നമ്മുടെ യാത്ര ഇത്തിരി ഉൾപ്രദേശത്തേക്കാണ്. കുറച്ച് ഓഫ് റോഡ് ഡ്രൈവിംഗ് കൂടിയുള്ള ഒരു പ്രദേശം കൂടിയാണിത്. വഴിമറ്റേയുള്ള ഈ കാഴ്ചകൾ വളരെ നയനാനന്ദകരം തന്നെയാണ്. വിസ്മയമായ ഒരു കാഴ്ച തന്നെയാണ് പ്രകൃതി നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചകൾ കണ്ട് ദൂരേക്ക് പോകും തോറും വഴികൾ കുടുസായിക്കൊണ്ടിരിക്കുകയാണ്. വിജനമായ ഒരു ന്യൂസിലാൻഡ് നാട്ടിൻ പ്രദേശത്തിൻ്റെ കാഴ്ച. ജനസാന്ദ്രത വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. ഒരു ചതുരശ്ര കിലോമീറ്റർ ഏകദേശം 20-ൽ താഴെ ആളുകളാണ് ഇവിടെ നിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ പ്രദേശങ്ങൾ മിക്കവാറും വിജനമായിരിക്കും. ഒരു ഓഫ് റോഡ് പ്രതീതിയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു തേൻ നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. പ്രകൃതിയുടെ മനോഹാരിതയ്ക്കും സ്വച്ഛന്ത വിഹാരത്തിനും കോട്ടം തട്ടാതെ കാട്ടുപാത എങ്ങനെ നീണ്ടുപോകുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മുയൽ, ഫെസൻസ് മുതലായ ജീവികളെയും കാണാം. നമ്മുടെ ഈ നുഴഞ്ഞുകയറ്റം അവയുടെ സ്വച്ഛന്ത വിഹാരത്തിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. മുകളിലേക്കും താഴേക്കും ഇരിഞ്ഞും വളഞ്ഞും കാട്ടുപാത അങ്ങനെ തുടർന്ന് പോവുകയാണ്. നമുക്ക് പരിചയമുള്ളതെന്ന് തോന്നിക്കുന്ന എന്നാൽ പരിചയമില്ലാത്ത ചില ചെടികളും വൃക്ഷങ്ങളും ലതകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. പാതയുടെ ഇരുവശവും സസ്യശ്യാമളമാണ്. ന്യൂസിലാൻഡിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങൾ മിക്കവയും ഇങ്ങനെയുള്ളൊരു വൈബാണ്. കുറച്ചുകൂടി നല്ലൊരു റോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കയറ്റവും കയറി നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെയാണ് നാം ഉദ്ദേശിക്കുന്ന തേൻ നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. വിവിധ ഇനം തേനീച്ചകൾ, നീക്കോമ്പ് എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
തേൻ നിർമ്മാണവും മറ്റും കാണണമെങ്കിൽ തോട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇവരാണ് ഈ തേൻ നിർമ്മാണ യൂണിറ്റിൻ്റെ ഉടമ. നമുക്ക് കേൾക്കാം. How long you been here? Oh, what? Not that long, but it's about, well, 6-7 years? Good. Yeah. You are alone here? Sorry? You are alone here? No. Your family is here? Family is... Yes, of course. My husband is a beekeeper. He's not here today, but I look after the sales part. My boy's here, and my mum also here too. So, sorry, the heat's just like practicing that music today. So we are a small company. So just my husband looked after all the beehives. Yes, and we don't mix each location company. So we go many companies all this different. Okay. So that's the kind of beekeeper. Okay. Okay. So which one is the sweetest? Okay, I let me get the samples, okay? One next, yes. That's quite nice, right? It's very fruity. Yeah, please eat them all, yeah. $9 a week, and the big one is 18. Honey hives are here? Hives are here? Yes, Bees, honey bees? honey business. So do you have honeybees around here? It's all bringing from. Oh, you mean the hives? Hives? We have one location here, which is a home block. Yep. And then we go about 10 different locations, so that's why it's everywhere. There's a different. Yeah. So you said this is this one. Yes. You are selling in the market? These are? We just went to the market yesterday and to this morning. Yeah. That's why not good? We don't have a sample there. Native bush honey. It's also quite nice, isn't it? It's quite flower. Yeah. The One more is this one. It's also Swanson.
Yeah, then, you know, so they don't have to do anything. They just give us probably only about this much land. My husband just look after, you know, this. And your husband just himself can manage all this? Yes, he's doing very good. Yeah. You don't try arranging for the season and sometimes Some yeah, it's different, right? it's not good. Yeah, but well, I'm happy to have many locations. That's why, you know, we got different tastes. If only the one location, we might have only maybe 2 or 3, maybe 2 tastes. That's all. Yeah. But it's annoying part is like, you know, we have to send all the honey to the test, so it costs money. Yeah, If yeah, it's sure, one location and many, Yeah. we don't have to pay a lot of money. Yeah, But yeah. we've got many locations and some of the honey is just a little bit, Yeah, but yeah. still sending the honey to the test, so it's cost, but Yeah. that's okay. Yeah. You are working alone here? Nobody to help you? Nobody? Oh, we don't. We just it's very family business. So basically, my husband and I, my niece or my mom or my son, you know, they help a little bit. Yeah, that's all. All of them are living here? We don't need anybody. They are all living here, sir? Yes, yeah, we live here. Yes. No other families are around here? We're in a house. Hmm. Yeah. Some neighbors are here, neighbors. The neighbors here, but it's a rural area, so it's quite small. Thank you. 18. I can be a little bit discount. 18. മധുരമുള്ള തേനും അതിനേക്കാൾ മധുരമുള്ള വാക്കും. ഞങ്ങൾ 2 ബോട്ടിൽ വാങ്ങി അവിടെ നിന്ന് യാത്രയായി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുക. എല്ലാവർക്കും നമസ്കാരം.